നീ കാട്ടാക്കട എവിടെയുള്ളത്? മിൽമേ ജോലിയുള്ള സതീന്ദ്രനെ അറിയാമോടി? പട്ടാളത്ത് ജോലിയുള്ള ചന്ദ്രനെ അറിയാമോടി? ഇങ്ങനെയുള്ള കുറെ അമ്മാവന്മാര് നമ്മുടെ എല്ലാം കുടുംബങ്ങളിൽ കാണും. ഇങ്ങനെയുള്ള അമ്മാവന്മാരെ കൊണ്ട് ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്ന ആരാന്നറിയോ? ഒന്ന്, കല്യാണം കഴിക്കാൻ നിൽക്കുന്ന പെൺപിള്ളാര്. രണ്ട്, ഈ +2 ഒക്കെ കഴിഞ്ഞിട്ട് ഏതെങ്കിലും കോഴ്സിനൊക്കെ പോകാൻ വേണ്ടി നിൽക്കുന്ന പിള്ളാര്. മൂന്ന്, പുതുതായിട്ട് വീട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കാൻ തുടങ്ങുന്ന ഒരു കുടുംബമൊക്കെ ആയി പുതുതായിട്ട് വീടൊക്കെ വെച്ച് മാറാൻ തുടങ്ങുന്ന കപ്പിൾസ്. ഇവരൊക്കെയാണ് ഏറ്റവും അധികം ഇങ്ങനെയുള്ള കുറെ അമ്മാവന്മാരെ കൊണ്ട് പൊറുതിമുട്ടുന്നത്. എല്ലാ കുടുംബത്തിലും ഇങ്ങനെയുള്ള കുറേ ടീംസ് ഉണ്ടാവും. നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നതിന് കുറച്ച് മുമ്പ് ഇവരെ അബദ്ധവശാൽ നമ്മുടെ വീട്ടിലോട്ട് വരും. ഓക്കെ, ഇവരെ നമ്മൾ വിളിക്കുന്നൊന്നുമല്ല, ജസ്റ്റ് വന്ന് കയറുന്നതാ. എൻ്റെ കുറച്ച് വീടിന്റെ അപ്പുറത്തായിട്ടൊരു സംഭവം. ആ വീട്ടില് ഒരു ഒരു മനുഷ്യനുണ്ടായിരുന്നു, ഒരു ചേട്ടൻ. ആ ചേട്ടൻ ഒരു അപകട മരണമായിരുന്നു. പുള്ളിക്ക് സങ്കടകരമായ ഒരു സമയമായിരുന്നു ആ ഒരു സമയമൊക്കെ. അപ്പൊ ആ വീട്ടില് ആ ഒരു ചേച്ചി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുവഴി ഞാനിങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ കടയ്ക്ക് എന്തോ അതുവഴി ഇങ്ങനെ ആ ഒരു വീടിന്റെ മുമ്പിലൂടെയാണ് വഴി. അപ്പൊ അതുവഴി ഇങ്ങനെ പോവാണ്. അപ്പൊ പോകുന്ന വഴിക്കുണ്ടല്ലോ, ഒരു പരിചയമില്ലാത്തൊരു അമ്മാവൻ, ഏതോ ഒരു വീട്ടിലെ ഏതോ ഒരു അമ്മാവൻ പുറത്തോട്ട് ഇങ്ങനെ വന്നിട്ട് പറയാണ്, ഇതുവഴി ഇങ്ങനെ നടന്നിട്ട് പറയാണ്, അതായത് ആ വാസ്തു ഉണ്ടല്ലോ, അത് ആ തെക്കേ മുക്കയില് എന്തോ ഒരു മൂലയില് അത് അവിടെ ഇരിക്കുന്ന എന്തോ ഇതിന്റെ പ്രശ്നമാണ്, ആ ബാത്റൂമിന്റെ എന്തോ പ്രശ്നമാന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി പറയാ. നോർത്ത് പോയിക്ക് ആ കുടുംബത്തിൽ അത് കേൾക്കുന്ന ആ അമ്മച്ചിയുടെ അവിടുത്തെ ഉള്ള ആ ഒരു ആൾക്കാരുടെയും അവിടുത്തെ മക്കളുടെയും ഒക്കെ ഒരു അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കി. ഇങ്ങനെയുള്ള കുറെ എവിടെയാണ് എന്താണ് പറയേണ്ടതെന്ന് അറിയത്തില്ലാത്ത കുറെ അമ്മമാര്. മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഒരു കല്യാണത്തിന് പോവാ, അല്ല കൂട്ടുകാരന്റെ ചേച്ചിയുടെ ഒരു കല്യാണത്തിന്. അപ്പൊ ഈ ചേച്ചി മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ മേക്കപ്പ് ചെയ്തിരിക്കുന്നത് കുറച്ചൊന്ന് ഓവറായി മീൻസ് ഇൻ ദ സെൻസ് അവർക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമുക്ക് കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു ഓവർ ഗ്ലോ ആയിട്ടൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. സാധാരണ മനുഷ്യനാണെങ്കിൽ എന്ത് ചെയ്യും? ഒരു മര്യാദയുള്ള മനുഷ്യനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെയൊക്കെ നമ്മൾ എന്തെങ്കിലും കണ്ടെങ്കിൽ തന്നെ നമ്മൾ പരമാവധി മിണ്ടാതിരിക്കും. അത് അവരുടെ കല്യാണം, അവരുടെ ജീവിതം, അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കല്യാണത്തിന്റെ ഒക്കെ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ സമയത്ത് ആ ഒരു പെണ്ണിനോട് ചെന്നിട്ട് ഈ അമ്മാവൻ, അവിടെ ഒരു അമ്മാവൻ ഉണ്ടായിരുന്നു ഇവന്റെ കുടുംബത്തിൽ, അവൻ അത് കഴിഞ്ഞിട്ട് ഇത് പറയാണ്, എന്ത് ഗതികേടിനാണ് ഞാൻ ഇയാളെ പോയി വിളിച്ചതെന്ന്. അപ്പോഴത്തേക്ക് ഇവന് ഈ അമ്മാവന് ആ ഒരു ചേച്ചിയുടെ അടുത്ത് ചെന്നിട്ട് പറയാണ്, എന്തോ ഈ നമ്മുടെ ഈ നോർത്ത് ഇന്ത്യൻ, ഞാൻ അത് കറക്റ്റ് വേർഡ് ഞാൻ പറയുന്നില്ല, കറക്റ്റ് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണെന്നുള്ള രീതിക്ക് അത് തനി മലയാളത്തിൽ പുള്ളിക്കാരിയോട് പറയാം. പുള്ളിക്കാരിയുടെ ഒരു ദിവസം പോയി, അതിന്റെ ആ ഒരു കല്യാണത്തിന്റെ തലേ ദിവസത്തെ ഫുൾ മൂഡ് ഓഫ് ആയിരുന്നു പുള്ളി. ഞങ്ങളിങ്ങനെ അടുത്ത് ചെന്നിട്ട് പിന്നെ ഒന്ന് ആശ്വസിപ്പിച്ചെടുക്കുമായിരുന്നു. ഒന്ന് ഓർത്ത് നോക്കി, നമ്മുടെ ഒരു നല്ല സമയം, നമ്മുടെ ഏറ്റവും നല്ലൊരു തീരുമാനം നമ്മൾ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഇതുപോലുള്ള അമ്മാവന്മാരെ ഒന്ന് വിളിക്കാതിരിക്കുക. കല്യാണത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ഊണ്, അതായത് കല്യാണത്തിന് നമ്മൾ ഏറ്റവും ബുദ്ധിമുട്ടുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കല്യാണത്തിന്റെ കുടുംബം ഈ അമ്മാവന്മാരെ കൊണ്ട് എപ്പോഴും ബുദ്ധിമുട്ട്, കാര്യം ആ കുടുംബത്തിൽ ഉള്ള ആളാണല്ലോ. പക്ഷേ ഈ നാട്ടുകാരായ നമ്മളൊക്കെ എങ്ങനെയാണ് ബുദ്ധിമുട്ടെന്ന് അറിയോ? അതായത് നമ്മളിപ്പോ ഒരു ഹിന്ദു കല്യാണത്തിന് പോകാന്നിരിക്കട്ടെ, അപ്പൊ വെജിറ്റേറിയൻ ആയിരിക്കുമല്ലോ ഫുഡ്. അപ്പം നമ്മൾ ഇലയിൽ ഇങ്ങനെ കഴിക്കുവാണ്. അപ്പോഴത്തേക്കും ഈ ഈ ഈ ഒരു അമ്മാവൻ ഇങ്ങനെ വരും. ഇതിപ്പോ ഹിന്ദു മാരേജിന് മാത്രമല്ല കേട്ടോ, എല്ലാ മാരേജിനും ഇത് ആപ്ലിക്കബിൾ ആണ്. പക്ഷെ നമുക്ക് ഏറ്റവും റിലേറ്റബിൾ ആകുന്ന ഒരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ ഇലയില് ആദ്യം ഉപ്പേരി, പിന്നെ ഉപ്പേരി ഉണ്ട്, പിന്നെ ഇച്ചിരി പായസമൊക്കെ ലാസ്റ്റ് ആണ്, പിന്നെ ഇച്ചിരി പപ്പടം, അതിനൊക്കെ ഓരോരോ രീതി ഉണ്ടെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പൊ ഇതുണ്ടല്ലോ, ഇതെന്തെങ്കിലും ഞാൻ കേറ്ററിംഗ് പോയിക്കൊണ്ടിരുന്ന ആളാ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ. അപ്പൊ ഈ സമയത്ത് നമ്മൾ ഈ കേറ്ററിംഗിന് പോകുന്ന സമയത്ത് ഈ സാധനം നമ്മളിപ്പോ വെക്കുമ്പോൾ, നമ്മൾ പെട്ടെന്ന് എവിടെയെങ്കിലും വെക്കാനല്ലേ നോക്കുന്നത്, ഇത് എവിടെയെങ്കിലും വെക്കുമ്പോൾ ഒരു ഇഞ്ച് ഒരു നഖത്തിന്റെ വ്യത്യാസം, ഈ സാധനം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാൽ പിന്നെ ഈ അമ്മാവനുണ്ടല്ലോ, ഈ അമ്മാവൻ എണീറ്റ് പറയും, അതെ അത് അവിടെ വെച്ചാൽ ശരിയാകത്തില്ല, അത് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ മൂലയിൽ നിന്ന് അങ്ങോട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മൂലയിൽ പ്രശ്നം വരും, ആ മൂലയിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ മൂല ഇടിയും എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ആ നല്ല സമയം കളയും. ഇങ്ങനെയുള്ള കുറേ എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റും. നമ്മളിപ്പോ ഈ ഒരു കാട്ടാക്കട, ഈ ഒരു വീഡിയോ തന്നെ ഉണ്ടല്ലോ, ഇതൊരു ആക്സിഡന്റ് ഉണ്ടാകുന്ന സമയത്താണ് ഈ ഒരു കാട്ടാക്കട അമ്മ വന്നിട്ട്, നീ മിൽമേലുള്ള സത്യത്തിന് അറിയാൻ വേണ്ടി എന്നൊക്കെ ചോദിക്കുന്നത്. സത്യത്തിൽ ഇങ്ങനെ ഒരു സംഭവം, ഒരു ആക്സിഡന്റ് ഒക്കെ നമ്മൾ ഉണ്ടായിരുന്നില്ല, ആമ്പിളർക്ക് കറക്റ്റ് ആയിട്ട് ഇത് കാര്യം, നമ്മുടെ നാട്ടിൽ ഏറ്റവും പെട്ടെന്ന് വണ്ടി ഓടിക്കാൻ പഠിക്കുന്ന ആമ്പിളാണല്ലോ, ആമ്പിളർക്കൊക്കെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ബൈക്ക് ഫോർ എക്സാമ്പിൾ, ബൈക്കും കൊണ്ട് നമ്മൾ എന്ത് പോയാലും, നമ്മൾ ബൈക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ ഒരു ആക്സിഡന്റ് ഉണ്ടാവും. ബൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിയാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇതൊരു 4 വീൽ ഡ്രൈവ് അല്ല, ഇതൊരു രണ്ട് വീലും കൊണ്ടുള്ള ഒരു കളിയാണ്.
അപ്പം ബൈക്ക് കൊണ്ട് എന്നെ പോലെ സ്കിഡ് ആകാം, ഒരു പായൽ കയറിയാൽ മതി, തെന്നി വീഴാം, എന്ത് സംഭവിക്കാം. അപ്പൊ നമ്മൾ മറ്റൊരു വണ്ടി പോയി ചെന്ന് തട്ടുകയെന്നിരിക്കട്ടെ, അതൊരു ഒരു 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 സിറ്റി സൈഡിലാണ് നിങ്ങൾ ഈ വണ്ടി പോയി തട്ടുന്നതെങ്കിൽ നിങ്ങൾ തീർന്നു, നിങ്ങൾ അവിടെ അവസാനിച്ചു. നിങ്ങൾ അവിടെ തൊട്ടടുത്തൊരു പൊട്ടക്കിണറുണ്ടെങ്കിൽ അങ്ങോട്ട് എടുത്ത് ചാടുന്നത് നല്ലത്. കാര്യം ഒരു പണിക്കും പോവാതെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഭാരമായിരിക്കുന്ന കുറെ അമ്മാവന്മാർ ആ പരിസരത്ത് കാണും. ഈ അമ്മാവന്മാർ അടുത്തോട്ട് നമ്മുടെ അടുത്തോട്ട് വരും. എന്നിട്ട് പറയും, "ഓ, ഇവരൊക്കെ സീസ് കൂടിയ വണ്ടി എടുത്തോണ്ട് ഇവരൊക്കെ സ്പീഡിലാണ് പോകുന്നത്. ഇവന്റെ ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ ഇവരൊക്കെ സ്പീഡിൽ എല്ലാ ദിവസവും എന്ന് വെച്ചാൽ നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങൾ പറയും. ഇവരെല്ലാ ദിവസവും ഇതൊരു പോക്കാം. ഇവന് 100, 150 പിടുത്തിങ്ങനെ ഒറ്റ പിടിച്ച് ഇവന് എല്ലാ ദിവസവും ഇതൊഴി പോവാന്ന് പറയും. സത്യമായിട്ടുള്ള കേസാണ് കേട്ടോ. അതായത് ഇത് കേൾക്കുന്ന ആളുകൾക്ക് കറക്റ്റ് ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള കുറേ അമ്മാവന്മാരുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അമ്മാവന്മാരിൽ നിന്നും നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം എന്നാണ്. രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഗ്നോറൻസ് ഈസ് ദ കീ, ഇഗ്നോറൻസ് ഈസ് ദ വേ എന്ന് ഞാൻ പറയും. അതായത് നമ്മൾ ജസ്റ്റ് ഇഗ്നോർ ചെയ്ത് കളയുക. ഇവരൊക്കെ അടുത്ത് വരുമ്പോഴത്തേനും ഇവർ ഒരു അമ്മാവൻ നമ്മുടെ അടുത്തോട്ട് വരുമ്പോഴത്തേനും ഇവർക്ക് ഒരുപാട് പ്രയോറിറ്റി നമ്മൾ കൊടുക്കുന്ന പോലെ അവർക്ക് തോന്നുന്നതുകൊണ്ടാണ് അവർ നമ്മുടെ കാര്യത്തിലൊക്കെ ഒരുപാട് ഇടപെടുന്നത്. മനസ്സിലായോ? ഈ അമ്മാവൻ അടുത്തോട്ട് വരുമ്പോഴത്തേനും ഇവർക്ക് ഒരുപാട് പ്രയോറിറ്റി കൊടുക്കുന്നില്ലാത്ത പോലെ തോന്നി അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. മറ്റേ ആ വീഡിയോക്കകത്ത് പറയുന്ന പോലെ, ആ വീഡിയോക്കകത്ത് നീ കാട്ടാക്കട എവിടെയുള്ളത് എന്ന് പറയുമ്പോഴത്തേനും അവനെ മൈൻഡ് ചെയ്യുന്നില്ല. കാട്ടാക്കണം അവനെ മൈൻഡ് ചെയ്യുന്നേ ഇല്ല. അയാൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ അങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു നിന്നിട്ട് പുള്ളി അങ്ങ് അയ്യടാന്നായി പോവുക. ഇതേ അവസ്ഥയായിരിക്കും ഈ അമ്മാവന്മാർക്കെല്ലാം. അതായത് നമ്മുടെ അടുത്തോട്ട് ഈ നല്ല അമ്മാവന്മാർ ഇഷ്ടം പോലെ കാണും കേട്ടോ. ഞാൻ അവരുടെ കാര്യമല്ല പറയുന്നത്. ഇങ്ങനത്തെ കുറെ ഈ നമുക്ക് തലയിൽ കയറി നിറങ്ങി നമ്മുടെ നല്ല സമയം മുഴുവൻ കളയുന്ന കുറെ അമ്മാവന്മാരുണ്ടല്ലോ. ഈ അമ്മാവന്മാരൊക്കെ നമ്മുടെ അടുത്തോട്ട് വരുമ്പോഴത്തേനും പരമാവധി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് അവരെ അവോയ്ഡ് ചെയ്ത് കളയാം. ഇവരിപ്പോൾ നമ്മളോട് പറയുകയാണ്, മോനെ അത് മറ്റേ നാളെ ഇപ്പം നിങ്ങളുടെ വീട്ടിലെ ആരുടെങ്കിലും ഒരു അത്യാവശ്യം ചേച്ചിയുടെയോ അനിയത്തിയുടെ ഇനി നിങ്ങളുടെ തന്നെയോ കല്യാണം നടക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഒരു അമ്മാവൻ വന്ന് നിൽക്കുന്നത്, നിങ്ങളുടെ കൂട്ടുകാരുടെ കല്യാണത്താണെങ്കിലും പോട്ടെ, അമ്മാവൻ വന്നിട്ട് ഇങ്ങനെ പറയണം, അത് പിന്നെ പന്തല് പരിപാടിയില്ല, പിന്നെ പന്തൽ പണിയില്ല, അപ്പോഴത്തേക്ക് അത് നാളെ തുടങ്ങിയാൽ മതി. കാര്യം അത് ആ സമയത്താണ് നമ്മുടെ ആ ഒരു സമയം മറ്റേ ഇത് വരുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് അവോയ്ഡ് ചെയ്ത് കളയാം. അയാൾ പുള്ളി സംസാരിക്കുന്ന സമയത്ത് നമ്മൾ എന്താ പറയാ, പിന്നല്ലാണ്ട് അമ്മാവന്റെ വാക്ക് കേൾക്കാതെ നമ്മൾ പോകും, അമ്മാവന്റെ വാക്കാണ് ഇവിടുത്തെ മെയിൻ എന്നൊക്കെ ആ ഒരു രീതി ഈ അമ്മാവന്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് അത് കേൾക്കാതിരിക്കുക, ജസ്റ്റ് ഇഗ്നോർ ചെയ്ത് കളയുക. നിങ്ങൾ തോന്നുന്ന പോലെ അത്യാവശ്യം ഒരു കല്യാണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കറിയാം എങ്ങനെ നടത്തണമെന്ന്. കാര്യം നമ്മുടെ കൂടപ്പിറപ്പിന്റെ ഒക്കെ കല്യാണം വീട്ടിൽ നടക്കുമ്പോൾ നമുക്ക് ബേസിക്കലി അറിയാലോ അത് നന്നായിട്ട് നടത്തണം, അതൊരു മോശം വരത്തരുത് എന്നുള്ള ഒരു ബേസിക് ബുദ്ധി നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ, നമ്മളൊക്കെ പഠിച്ച മനുഷ്യരല്ലേ. എന്നിട്ട് ഈ അമ്മാവന്മാരുടെ അഭിപ്രായം ഇതിനൊക്കെ കുത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊരു പഠിത്തം കഴിഞ്ഞിട്ട് നിങ്ങളൊരു +2 ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ആളാന്നിരിക്കട്ടെ, നിങ്ങൾ എന്തെങ്കിലും ഒരു കോഴ്സിന് പോവുക. ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട, ദയവ് ചെയ്ത് നിങ്ങൾ ഈ അമ്മാവന്മാരോട് നിന്ന് കാര്യം പറയാതിരിക്കുക. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം, നിങ്ങൾ മെഡിസിൻ ഫീൽഡ് ഇഷ്ടമുള്ള ആളാണെന്നിരിക്കട്ടെ, മെഡിസിൻ എടുക്കുക. എഞ്ചിനീയറിംഗ് ഇഷ്ടമുള്ള ആളാണെന്നിരിക്കട്ടെ, എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് പോവുക. എന്താണ് നിങ്ങൾക്ക് ഇഷ്ടം, നിങ്ങളുടെ ജീവിതം നമുക്ക് ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്താണോ ഇഷ്ടം ആ ഒരു മേഖലയിലേക്ക് നമ്മൾ അങ്ങ് പോവുക. ഈ അമ്മാവന്മാരുടെ ഒന്നും വാക്ക് കേട്ട് ജീവിതം തുലയ്ക്കാതിരിക്കുക. അമ്മായിമാരെ പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ, ഡോണ്ട് മിസ് ഇറ്റ്. നമ്മളിപ്പോൾ ഒരു വീട് വെക്കാനൊക്കെ തുടങ്ങുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഈ അമ്മാവന്മാരെ അടുപ്പിക്കാതിരിക്കുക. കാര്യം ഇവർ വന്നു കഴിഞ്ഞാൽ നമ്മളുള്ള മൂടും കൂടെ കളയും. നമുക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നടക്കുന്ന സമയത്ത്, നമ്മളൊരു വണ്ടി വാങ്ങിക്കുന്ന സമയത്ത്, ഒരു കല്യാണം നടക്കുന്ന സമയത്ത്, ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ പരമാവധി ഈ അമ്മാവന്മാരെ അടുപ്പിക്കാതിരിക്കുക. അമ്മാവന്മാരെ അടുപ്പിച്ചാൽ തീർന്നെന്ന് കൂട്ടിയാൽ മതി.